പഴവും ബൂസ്റ്റും കൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. ഞാനൊരു 5 വാഴപ്പഴം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് പഴമാണെങ്കിലും എടുക്കാം. ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 5 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊണ്ട് പൊളിച്ച് അങ്ങ് അരിയാം. പഴവും ബൂസ്റ്റും കൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. 5 രൂപയുടെ ബൂസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമായത്. ഇപ്പോൾ ഒരു 5 രൂപയെ മുടക്കുള്ളൂ. ഇത് മൊത്തം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര, ഒരു 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഓയില്, സൺഫ്ലവർ ഓയിലാട്ടോ 1/2 കപ്പ്. നമുക്കിത് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാം. അപ്പൊ മിക്സിയുടെ ജാറിനകത്തോട്ട് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഒത്തിരി നന്നായിട്ട് അങ്ങ് ഉടയരുത്, നല്ല നൈസായിട്ട്. ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു. അപ്പൊ ചെറിയ ചെറിയ പീസുകളുണ്ട് അതിനകത്ത്. അപ്പൊ ചെറിയ ചെറിയ പീസുകൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. നമുക്ക് 2 മുട്ട പൊട്ടിച്ച് അങ്ങ് ഒഴിക്കാം. ഈ മുട്ട നന്നായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് അങ്ങ് അടിക്കണം മുട്ട. ഇത് മൊത്തം എല്ലാം കൂടെ കൂട്ടും. നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇൻസ്റ്റന്റ് ബ്രൂ കോഫി നമുക്കൊരു ചെറിയ ടീസ്പൂൺ കണ്ടോ, ഒരു ചെറിയ സ്പൂൺ, 1 സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇട്ട് നമുക്ക് അങ്ങ് മിക്സ് ചെയ്യാം. നമുക്കൊരു പൊടിക്ക് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ എപ്പോഴും ഉപ്പ് നല്ലതാ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമ്മൾ ഓയിൽ ചേർത്ത സാധനത്ത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തു. അല്ല, ഇതാണ് നമ്മുടെ പരുവം. അല്ല, ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിന്റെ അതേ ഷേപ്പിൽ, അടി ഷേപ്പിൽ തന്നെ നമ്മുടെ ബട്ടർ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലും നമുക്കങ്ങ് തടവി കൊടുക്കാം. ബട്ടർ പേപ്പറിലും പാത്രത്തിലും. ആദ്യം നമുക്ക് പാത്രത്തിൽ അങ്ങ് തടവി കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. ഇനി അതിനകത്ത് മുകളിലും കൂടെ നമുക്കങ്ങ് ഓയിൽ തടവി കൊടുക്കാം. അപ്പം ഞാൻ ഓയിലാണല്ലോ ഇതിൽ ചേർത്തേക്കണേ, അപ്പം അതുകൊണ്ട് ഓയിൽ തന്നെയാണ് തടവുന്നത്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്നിങ്ങനെ അങ്ങനെ തട്ടി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അടിയിലുള്ള ബബിൾസ് ഒക്കെ മുകളിലേക്ക് പൊങ്ങി വരാനായിട്ട്. ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു അടി കട്ടിയുള്ള ഒരു ചെരുവാണ് വെച്ചേക്കണേ. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് പാത്രം ചൂടായി. അതിനകത്തേക്ക് നമുക്കൊരു അടിയിൽ ഒരു പാത്രം അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാത്രം, ഇവിടെ കൈ പൊള്ളാണ്ട് സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ കൈ തട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളും. പാത്രം നന്നായിട്ട് ചൂടായിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇറക്കി വെച്ച് കൊടുത്തു. ഇനി ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഹൈ ഫ്ലെയിമിലിടും. പിന്നെ ഞാൻ മീഡിയത്തിലേക്ക് ഇട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പം മൂടി വെച്ചു. ഞാൻ വെയിറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. 30 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ചൂടാണ്. കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തുനിന്ന് ഇങ്ങ് എടുക്കാം. ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള നമുക്കൊരു കേക്ക് പരിചയപ്പെടുത്തുകയാണ്. വെറും പഴം കൊണ്ട്
അത് എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കേക്ക് പിന്നെ ഡിസംബർ ക്രിസ്മസ് വരാൻ തുടങ്ങുവാണ്. അപ്പൊ ക്രിസ്മസിന് മുമ്പായിട്ട് നമ്മള് വെറും സിമ്പിൾ ആയിട്ടുള്ള പഴം കൊണ്ട് മാത്രം ഒരു കേക്ക് ഉണ്ടാക്കാവുന്ന ഒരു കേക്ക് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് വെച്ച് മാത്രമായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. മകളും മരുമകനും വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെയോ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ നീയും ഞാനും ടേസ്റ്റ് ചെയ്യണ്ട, അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം അവര് പറയട്ടെ. അപ്പൊ അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. വാ, രണ്ടുപേരും മാറിയിരിക്കുക. ഇത് വേണ്ട ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അപ്പൊ കത്തി മുള്ളൊന്നും എടുത്തില്ല, മുറിച്ചാണോ? അപ്പൊ അമ്മായിയമ്മ സ്നേഹത്തോടെ മരുമകന് ഒരു പീസങ്ങ് എടുത്തു കൊടുക്ക്. മരുമകന് തന്നെ കൊടുത്താൽ പോരാ കേട്ടോ, മകൾക്കും കൊടുക്കണം കേട്ടോ. മരുമകൻ വന്നപ്പോ മകളെ വേണ്ടെന്ന് അവള് പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ നമ്മള് നല്ല എങ്ങനെ കഴിച്ചിട്ട് അഭിപ്രായം പറ, എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ പറയുക. പിന്നെ കഴിച്ചിട്ട് പറ. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കോടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാ വെച്ചാൽ മമ്മീസ് കിച്ചന്റെ വളരെ ആരാധന പാത്രമാണ് ചെങ്ങന്നൂര്. അപ്പൊ പേര് സ്വപ്നയ്ക്ക് ഒരു ഹായ് അല്ല 10 ഹായ് അല്ല 1000 ഹായ് പറയുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഷൈനി അല്ല ഷിമോനി ആട്ടോ. അപ്പൊ ഷിമോനിക്കും ഞങ്ങള് ഹായ് പറയുന്നു. പിന്നെ അവര് ഏത് നീതി മെഡിക്കൽ സ്റ്റോർ എവിടെയുള്ള കോടുകുളഞ്ഞിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റിനൊക്കെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും മമ്മീസ് കിച്ചന്റെ ഹായ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. വീണ്ടും പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാണോ മോശമാണോ? സൂപ്പർ ആയിട്ടിരിക്കുന്നു, അടിപൊളി ടേസ്റ്റ്. അമ്മായിയമ്മേനെ പുകഴ്ത്തരുതോട്ടോ, കാരണം അമ്മായിയമ്മേനെ പുകഴ്ത്തി പറയണ്ട. ഉള്ളത് പോലെ വായില് അലിഞ്ഞു പോകുന്നു. അതാണ് വെരി ഗുഡ്. കാവോ സൂപ്പർ ആയിട്ടുണ്ട്. അത് ശരി. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലം വീഡിയോയുമായി ഇനി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് അവർക്കും ബൈ.